കലൂരിലെ വിവാദ നൃത്ത പരിപാടിക്ക് അനുമതി നൽകിയതിൽ അഴിമതിയുണ്ടെന്ന ആരോപണം ഉയർന്നതിന് പിന്നാലെ GCDAക്കെതിരെ വിജിലൻസിന്റെ അന്വേഷണം വരുന്നു. പ്രാഥമിക പരിശോധന നടത്താൻ വിജിലൻസ് ഡയറക്ടർ അനുമതി നൽകി. GCDAയുടെ മുഴുവൻ ഇടപാടുകളും അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. അർജുൻ മട്ടന്നൂർ, കാര്യം പറഞ്ഞ് ഗൗരവമായെന്ന് തോന്നുന്നു അല്ലേ? എന്തായാലും വിജിലൻസ് അന്വേഷണത്തിലേക്കാണോ പോകുന്നത് നൃത്തപരിപാടി? അരുൺകുമാർ, GCDAക്കെതിരെ വിജിലൻസിന്റെ ഒരു പ്രാഥമിക അന്വേഷണം വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട കൊച്ചി സ്വദേശി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർ പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഈ മൃദംഗ വീക്ഷണ നൃത്ത പരിപാടിക്ക് അനുമതി നൽകിയതിലടക്കം വലിയ ക്രമക്കേടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. മാത്രവുമല്ല, GCDAയുടെ ഇടപാടുകളെല്ലാം തന്നെ സംശയത്തിലാണ് എന്ന പരാതിയും ഉയർന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രാഥമിക അന്വേഷണം നടത്താൻ വേണ്ടി ഉത്തരവിട്ടിരിക്കുന്നത്. എന്തായാലും വിജിലൻസിന്റെ കൊച്ചി യൂണിറ്റ് ആയിരിക്കും ഇതിൽ പ്രാഥമിക അന്വേഷണം നടത്തുക. അതിനുശേഷം ഈ പ്രാഥമിക അന്വേഷണത്തിൽ ഈ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി ഉണ്ട് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ സ്വാഭാവികമായും വിജിലൻസ് FIR ഇട്ട് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയായിരിക്കും ചെയ്യുക. എന്തായാലും ഈ മൃദംഗ വീക്ഷണം നടത്തിയ കലൂർ സ്റ്റേഡിയത്തിലെ പരിപാടി, അതോടൊപ്പം തന്നെ ഈ GCDAയുടെ കീഴിലുള്ള നിരവധി കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ, ഈ പരാതികളൊക്കെ തന്നെ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ വിശദമായ ഒരു അന്വേഷണം വേണമെന്നായിരുന്നു പരാതിക്കാരൻ ആവശ്യപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിജിലൻസ് ഒരു പ്രാഥമിക അന്വേഷണത്തിന് തുനിയുന്നത്. ഓക്കെ, വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം വരുന്നു. കലൂരിലെ വിവാദ നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട് GCDAക്കെതിരെയാണ് പ്രാഥമിക അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്.